ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സിസ്റ്റേഴ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് കൂടി തുടങ്ങുന്ന ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടി വെച്ചു, അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പിന്നെ കിസ്മിസ് അതുപോലെ കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതുതരം യെല്ലോ ആയിട്ട് മുരിഞ്ഞെടുക്കണം. അത് നന്നായി വറുത്തിട്ട് നമ്മൾ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ചെമ്മീൻ വറുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്കുള്ള. അതുപോലെ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ട് അത് തിളക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലേക്ക് സവാള ഇട്ടു കേട്ടോ. ഒരു 4 സവാളയാണ് കേട്ടോ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് ഇട്ടേക്കാണ് കേട്ടോ. അരിയാൻ കുറച്ച് മടിയാണ് എല്ലാവർക്കും. അപ്പോൾ അത് പെട്ടെന്ന് വഴയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടു. ചെമ്മീനാണ് കേട്ടോ, കുറച്ച് ചെമ്മീനേ ഉള്ളൂ. സവാള ഒക്കെ നമ്മൾ വറുത്ത് വെച്ചതൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ ആ ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. സവാള നന്നായിട്ട് ഒരു ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മണത്തിന്. ഇതാ വെള്ളത്തിൽ ഗ്രാമ്പൂ, ഏലക്കായ, പട്ട ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകം, വെളുത്തുള്ളി ഒക്കെ ചതച്ചതാണ് കേട്ടോ. അത് നമ്മൾ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അത് വഴണതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കുക കേട്ടോ. നന്നായിട്ടത് നന്നായി മിക്സ് ചെയ്യണം. അത് സവാള നന്നായി വഴന്നതിന് ശേഷം മാത്രമാണ് നമ്മളതൊക്കെ എടുക്കുക കേട്ടോ. നമ്മളത് മൊത്തം നമ്മൾ കഴുകി ഒഴിച്ചു കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കൽ ശരിക്കും വേണ്ട, നമ്മളൊന്ന് ആയിക്കോട്ടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി വഴറ്റുക കേട്ടോ. സവാള നന്നായി വെന്ത് വരണം കേട്ടോ. ഉടഞ്ഞ് വരില്ല, ഒരു കുഴഞ്ഞ പരിവാവണം കേട്ടോ. നമ്മളിതിലേക്ക് ഇപ്പോൾ ആ പേസ്റ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റുക. പുറത്ത് നല്ല കാലാവസ്ഥയാണ്, നല്ല മഴക്കുള്ള ചാൻസൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ടതാണ് കേട്ടോ. നേരത്തെ ഉപ്പിട്ടത് പാകം കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു. അതിന് മുന്നേ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വഴറ്റുമ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മസാല ഒക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, നമ്മളത് പെട്ടെന്ന് ഓക്കെ ആവാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. നമ്മൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തക്കാളി ഒരു 2.5 തക്കാളി നമ്മൾ പേസ്റ്റാക്കിയതാണ് കേട്ടോ. അത് നന്നായി ചോപ്പറിലിട്ടിട്ട് നമ്മൾ ഒന്ന് എടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ട് മറ്റേത് നന്നായി വെന്ത് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായി എല്ലായിടത്തും മിക്സായി, തക്കാളിയും സവാളയും പേസ്റ്റും കൂടി ജോയിനായി നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. നന്നായി വേവണം, കുഴഞ്ഞ വട്ടം കേട്ടോ. അത് നമ്മൾ അതിലിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഏലക്കായാണ് കേട്ടോ. നേരത്തെ നമ്മൾ വേപ്പിൻ്റെ ഇല പൊടിച്ച് വെച്ചിരുന്നല്ലോ, ഇത് മിക്സാക്കിയപ്പോൾ നമ്മളത് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളത് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്യാണ്. നമ്മൾ വേപ്പിൻ്റെ ഇല ചെമ്മീൻ പൊരിച്ച എണ്ണയിലാണ് കേട്ടോ വേപ്പിൻ്റെ ഇല നമ്മളെടുത്തത്. അതിനിടയ്ക്ക് ഇവിടെ നമ്മൾ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഞാൻ അതിൽ തന്നെ ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ മസാല ഒന്നും ഇടുന്നില്ല. ബിരിയാണി മസാലയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തൈര്, പുളി കുറവുള്ള തൈരായിരുന്നു കേട്ടോ. ആ തൈര് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ ചെമ്മീൻ വറുത്ത് വെച്ചത് അതിൻ്റെ മേലെ ഇടുന്നുണ്ട്. ആ മിക്സ് ആയതിനു ശേഷം ചെമ്മീൻ വറുത്ത് വെച്ചത് നമ്മൾ അതിലിടയ്ക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ടതാണ് കേട്ടോ. പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. അരി ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു പൈനാപ്പിൾ കട്ട് ചെയ്തതും കുറച്ച് നെയ്യ് ഇട്ടതാണ് കേട്ടോ. മസാല ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മസാല ഒന്ന് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കും കേട്ടോ. നമുക്ക് ഓവർ മസാല ഇഷ്ടമല്ല, പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് മസാല കൂടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി മസാല ഓവറായിട്ടുള്ളത് ഇഷ്ടമല്ല. അങ്ങനെ മസാല ആയിക്കഴിഞ്ഞു കേട്ടോ. നമ്മളത് അടച്ചു വെച്ചു. ചോറ് ഊറ്റിട്ട് നമ്മട്ട് അടിയിലാദ്യം നമ്മൾ കുറച്ച് ചോറ് ഇട്ടിട്ടു, അടിയിൽ പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ആ മസാല ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കേട്ടോ. ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഊറ്റി വെച്ച ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആ റൈസ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ പൈനാപ്പിളൊന്നും ഞാൻ ഊറ്റി കളഞ്ഞിട്ടില്ല, അതും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ.
എന്നിട്ട് വീണ്ടും മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ഇത് വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് പാത്രം അതിലേക്ക് വീഴുന്നൊക്കെ ഉണ്ട്. പിന്നെ വീണ്ടും ചെമ്മീൻ ഇതിട്ട് കൊടുത്തു കേട്ടോ, മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ വീണ്ടും നമ്മൾ ബാക്കിയുള്ള റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീഫും ബേ ലീഫും ഒന്നും കളഞ്ഞിട്ടില്ല, അതൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതൊക്കെ നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇട്ട് കൊടുത്തു. ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നമ്മളൊന്ന് ഒപ്പാക്കി കൊടുക്കുകയാണ് കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ചതും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. നെയ്യുടെ ടേസ്റ്റ് അധികം ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നെയ്യിലൊന്നല്ല ഉണ്ടാക്കിയത് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അടുപ്പിൽ വെച്ചു കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ ഒരു ചെമ്പ് കയറ്റി വെച്ചു. ഒരു 3/4 മണിക്കൂറോളം ദമ്മിലിട്ടു കേട്ടോ. ദമ്മ് പൊട്ടിക്കുകയാണ് നല്ല. അപ്പം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ കൂട്ടണം കേട്ടോ. ചെറിയൊരു ചാനലാണ് കേട്ടോ. ഓക്കെ.